സർവേന്ദ്രതമസി എല്ലാവർക്കും പ്രണാമം. സാധാരണ ധ്യാനം എന്ന് കേട്ടാൽ എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതനുസരിച്ച് ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും അതാത് രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ധ്യാനമുറകളാണ് നടത്തുന്നത്. സാധാരണ ധ്യാനം നമ്മൾ എന്തിനാണ് ധ്യാനിക്കുന്നത്? മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം എന്താ? മനസ്സ് ആണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ തരുന്നത്. ജന്മാന്തരങ്ങൾ തരുന്നതൊക്കെ മനസ്സ് തന്നെയാണ്. മനസ്സിനെ നമ്മളെന്താ ചെയ്യേണ്ടത്? അനവധി മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ നാം ജീവിച്ചു പോരുന്നത്. സാധാരണ നിലയിൽ അത് അങ്ങനെയാണ് ദാനം. അത് ആവശ്യവുമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അടങ്ങിയതാണ്. അതാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതൊന്നും ഇല്ലെങ്കിൽ ജീവിതവും ഇല്ല എന്നും പറയേണ്ടി വരുന്നു. സാധാരണ തലത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്നുള്ള ഒരു രീതിയിലൂടെയാണ് കർമ്മസ്ഥാനത്ത് വരുന്ന അതിൻ്റെ പൂർത്തീകരണത്തിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ജീവിതത്തെ അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് സാധാരണ ആളുകൾ. അതിൽ കുറേ സമ്പന്നരുണ്ടാവും, ദാരിദ്ര്യരുണ്ടാവും, മധ്യവർത്തികളുണ്ടാവും, പല രീതിയിലുള്ള രോഗാദി വീടാദികളൊക്കെ ആയിട്ട് നടക്കുന്നവർ, ആദിവ്യാധികളായിട്ടൊക്കെ നടക്കുന്നവർ, അങ്ങനെ മനുഷ്യകുലത്തിൽ ഇങ്ങനെ അനവധി തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്നൊക്കറിയാലോ. ഇവിടെ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രീതിയിൽ സഞ്ചരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നൊക്കെ ഒന്ന് പിൻവലിപ്പിക്കാൻ, ഈ പ്രക്രിയയിലൂടെ സഞ്ചരിക്കുന്ന മനസ്സിനെ ഒന്ന് പിന്തിരിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ഇതൊന്നും നമുക്ക് വേണ്ടാന്ന് മനസ്സിനെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. സാധാരണ ഇപ്പോൾ ഒരു 30 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിത്വം ഉള്ള ഒരാൾ, അയാളുടെ ജീവിത അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആ 30 വയസ്സ് വരെയും ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവണം. മനസ്സുകൊണ്ട് പല ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, കർമ്മപദ്ധതികൾ, അങ്ങനെ പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവണം. ഇവിടെയൊക്കെ ജീവിതമായിട്ടാണ് ബന്ധപ്പെട്ട് പോകുന്നത്. മനസ്സാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിനെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനസ്സ് ഇതിലൊന്നും സഞ്ചരിക്കാണ്ടിരിക്കാൻ വിചാരിക്കുക. മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, സാധ്യതകൾ ഇതിലേക്കൊന്നും പോകണില്ല എന്ന് വിചാരിക്കുക. കിട്ടിയത് കഴിച്ചും കിട്ടിയെടുത്ത് ഉറങ്ങിയും യാതൊരുവിധ മുൻധാരണങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു പോയി വിചാരിക്കാനാണ് പറഞ്ഞ്, ചെയ്യാനല്ലാട്ടോ പറയണേ. ഇപ്പോൾ ഇന്നലെ നേരെ മറിച്ച് ജീവിച്ച ഒരാളാണ്. ഓക്കെ, നമുക്ക് ഈ ഭൗതിക ലൗകിക സുഖങ്ങളോടൊക്കെ വെട്ടിപ്പിടിച്ച് അതിൻ്റെ ആസ്വാദനമൊക്കെ ആസ്വദിച്ച് ജീവിതം അടിച്ച് പൊളിച്ചെന്ന് പറയില്ലേ, അങ്ങനെ പോകുന്ന ഒരാൾ തന്നെയാണ് വിചാരിക്കുക. ആൾക്ക് പെട്ടെന്ന് അങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തോന്നൽ വന്നു, ഇതെന്നൊക്കെ പിന്തിരിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക? മനസ്സിനാണ് പിന്തിരിക്കണ്ടേ. മനസ്സിനെ നമ്മൾ ഇതിലേക്ക് ഒന്നും പോകാതെ പിന്തിരിപ്പിച്ച് സ്വസ്ഥമായിട്ട് ഒന്ന് ഇരിക്കാനൊന്ന് ശീലിപ്പിച്ചാൽ എന്താണെന്നറിയൂ. പല കാര്യകാരണങ്ങളൊക്കെ വേണ്ടി ഓടിയ മനസ്സിനെ അതിൽ നിന്നൊക്കെ പിന്തിരിച്ച് നമ്മളെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ ഷട്ടറിട്ട് കുറേ നേരം ഇനി അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒന്ന് ഇപ്പോൾ വേണ്ട എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഈ മനസ്സിനെ ശാന്തമായി അതിൻ്റെ ആത്മസ്ഥാനത്ത് നിർത്താൻ ശീലിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പോൾ അങ്ങനെ തോന്നുന്നു വിചാരിക്കുമോ? ഇന്നലെ ഓടി നടന്ന ബുദ്ധിമുട്ടി പല കാര്യങ്ങളിൽ പലവിധ നേട്ടങ്ങളും നഷ്ടങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചു വന്നിരിക്കുന്ന നമ്മളുടെ അനുഭവത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ഇനി അതിൻ്റെ പിന്നാലൊന്നും പോകണ്ടെന്ന് വിചാരിച്ചപ്പോൾ പോകണ്ട എന്ന് വിചാരിച്ച് മനസ്സിനെ പാകപ്പെടുത്തി പഠിപ്പിച്ചാൽ, ആ രീതിയിൽ പഠിപ്പിച്ചാൽ മനസ്സ് ആ രീതിയിലാവും. അതാണ് എൻ്റെ സത്യം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം എന്താ, പഴകിയ വാസനകൾ സമ്മതിക്കില്ല. പക്ഷേ നമ്മൾ അങ്ങനെ മെല്ലെ യാതൊരുവിധ ആഗ്രഹങ്ങളും സിദ്ധികൾ അതിലൊന്നും പോകരുത്. ഒന്ന് നിശ്ചലമായിട്ട് മനസ്സ് എങ്ങും പോകാണ്ട് അതിനെ നിശ്ചലമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ധ്യാനം വേണ്ടി വരും. അത് ഏകാഗ്രതയാണല്ലോ അവിടെ വേണ്ടത്. ഏകാഗ്രതയും കൂടി ചേരുമ്പോഴാണ് മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് വിചാരിക്കുക. സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന്
ഇന്നലെ കൂട്ടി നടന്ന മനസ്സിന് ഇന്ന് പണിയില്ല, അത് റിട്ടയർഡായെന്ന് വിചാരിക്കുക. മനസ്സിലായോ? മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുന്ന വിചാരിക്കുക, മനഃപൂർവ്വം മെല്ലെ 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 അതിനെ ഒതുക്കി അതിനെ നമ്മൾ ശാന്തമായി ഇന്ദ്രിയങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ ശാന്തമാകുമ്പോൾ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന എന്തായിരിക്കും? പ്രാണൻ്റെ ഗതി അതിലൊന്ന് അവസാനിക്കും. കാരണം ആ ഇന്ദ്രിയങ്ങളോട് സഞ്ചരിച്ച ആ മനസ്സ് അവിടെ നിന്നൊക്കെ പിന്തിരിഞ്ഞാൽ, അന്തർമുഖമായി കഴിഞ്ഞാൽ, നമ്മൾ സ്വസ്ഥത്തിൽ ഇരുന്ന് ഉള്ളിലേക്ക് ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? പ്രാണൻ്റെ പ്രവർത്തനം, ആരോഹണം അവരോഹണം ഇങ്ങനെ നടക്കുന്നത് നമുക്കിങ്ങനെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. ശ്രദ്ധയോടുകൂടി. മനസ്സ് പുറത്ത് പോകരുത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മനസ്സിനെ പഠിപ്പിക്കുന്നത് നമ്മൾ പുറത്ത് പോകാണ്ടിരിക്കാൻ. പുറത്ത് പോകണില്ല, പോകണ്ടെന്ന് നമ്മൾ വെച്ചാൽ പോവില്ല, പരിശ്രമം കൊണ്ട് പിന്നെ പോവില്ല, ഏനങ്ങില്ല മനസ്സ്, അവിടെ നിന്നുള്ളൂ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, മധ്യവർത്തിയുടെ അവിടെ കൊണ്ട് നിൽക്കും മനസ്സ്. അങ്ങനെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയാണെന്ന് നോക്കൂ. പഠിപ്പിക്കൂ. അപ്പോൾ സ്വസ്ഥത എന്താണെന്ന് മനസ്സിലാവും, സുഖം എന്താണെന്ന് മനസ്സിലാവും, ശാന്തി എന്താണെന്ന് മനസ്സിലാവും, സമാധാനം എന്താണെന്ന് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെ മനസ്സിനെ അഭ്യാസം കൊണ്ട് അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ഒതുങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ഇന്നലെ വരെ മനസ്സ് ഓടി നടന്ന് പ്രവർത്തിച്ച് അതിൻ്റെ ആ പ്രവർത്തനം നിലച്ചാൽ എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിലപ്പിക്കണം. അപ്പോൾ അറിയാം ആത്മസുഖം അവിടെയാണ്. യഥാർത്ഥത്തിൽ സുഖപ്പെടാണ് നമ്മൾ അറിയുന്നത്. അത് ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ കൊണ്ടൊക്കെ അറിയേണ്ടതാണ്. അതിനെ നമുക്ക് ധ്യാനം എന്ന് പറയാം. അങ്ങനെ നിർത്തുന്നത്, അങ്ങനെ നിർത്തി ശീലിക്കുന്നത് അതാർക്കും കഴിയും, ആർക്കും കഴിയാവുന്ന കാര്യമാണത്. അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ പലതിൻ്റെ ഉപാധിയൊക്കെ ചിലവ് വേണ്ടി വരും. കാരണം മനസ്സിനെ അവിടെ നിന്ന് പിന്തിരിച്ച് അതിനെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലൊക്കെ നിർത്തി അതിനെ പരിശീലിപ്പിക്കണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിയായ ബോധമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, മനസ്സേ നീ ഇനി എങ്ങും സഞ്ചരിക്കേണ്ട, ശാന്തമായിരിക്കൂ എന്ന് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ മെരുക്കി കൊണ്ടുവരാനാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാണായാമം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വേണ്ടി വരുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ ഒതുക്കൂ, നിശ്ചലമാക്കുക. മനസ്സ് നിശ്ചലമായാൽ അവിടെ സുഖമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അവിടെ പരമശാന്തമാണ്. മനസ്സാണ് നമുക്ക് ശാന്തത, സമാധാനം ഒക്കെ തരാത്തത്. തരുന്നില്ല. അതെന്താ? പലതിൻ്റെ പിന്നാലെ പോകുന്നു മനസ്സ്. അപ്പോൾ നമുക്കൊന്നും വേണ്ടെന്ന് വിചാരിക്കൂ. നമുക്ക് ഒന്നും വേണ്ട. നമുക്ക് ഈ ഭൂലോകത്തുനിന്ന് ശരീരം വെടിയുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴേ തന്നെ നമുക്ക് ഈ നിത്യമല്ലാത്ത, നമ്മുടെ വസ്തുവല്ലാത്ത, നമ്മൾക്ക് പറയാൻ പറ്റാത്തത്, എങ്ങനെ നമ്മുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റാത്ത വസ്തുവിൻ്റെ പിന്നാലെ നമ്മൾക്ക് പോകണ്ട എന്ന് മനസ്സിനെ പഠിപ്പിച്ച് ശീലിപ്പിക്കുക. മനസ്സിനെ ഒതുക്കി കൊണ്ടുവരിക. ആ ഒതുക്കി കൊണ്ടൊരു ധ്യാനം തന്നെയാണ്. ഏതൊന്നും എനിക്ക് ശ്രദ്ധ കൊടുക്കുന്നുവോ അത് തന്നെ ധ്യാനമാണ്. മനസ്സിനെ പഠിപ്പിച്ചെടുക്കണം നമ്മൾ. അങ്ങനെ മനസ്സ് ശാന്തമാകുമ്പോൾ അവിടെ പലതും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഇപ്പം ഞാൻ പറയുന്നു, എൻ്റെ അരിയത്ത് വരുമ്പോൾ ഈ സിദ്ധികൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയില്ല. പല രീതിയിലുള്ള അഭിപ്രായക്കാരാണ് ഇവിടെ വരാൻ. ഞാൻ അവരോട് പറയണത് എന്താ? ആദ്യം തന്നെ നിങ്ങൾ മോഹങ്ങളും അതൊക്കെ വെടിയൂ. സ്വയം നിങ്ങൾ പല ആഗ്രഹങ്ങളുടെ പിന്നാലെ വരില്ലേ, അതിന് പിന്നാലെ പോകാം. മാനുഷികമായ തലത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ ലൗകിക ഭൗതിക സുഖങ്ങൾ നേടണമെങ്കിൽ ആഗ്രഹങ്ങളും മോഹങ്ങളും അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാൻ അതിൻ്റെ അപ്പുറമുള്ള കാര്യം പറയണേ. അത് ചെയ്ത് അവസാനം മതി എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നുകയാണ്, എത്ര കൊല്ലമായി, എത്ര വർഷമായി ഈ ഒരു പ്രയാണം നടക്കുന്നത്. അതുകൊണ്ട് ഇനി
ഒന്ന് ശാന്തമാവുക എന്ന് വിചാരിച്ചാൽ മനസ്സിനെ ശാന്തമാക്കണം, എന്നാലേ ശാന്തമാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ശാന്തമാവണം എന്ന് പറഞ്ഞാൽ ആവില്ല. മനസ്സിനെ ശാന്തമാക്കുക, നിശ്ചലമാക്കുക. അപ്പോൾ മനസ്സെങ്ങും പോകുന്നില്ല, ഒരു ദൃശ്യമില്ല, ഒരു നാമരൂപരാമങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരില്ല. ശാന്തമായിരിക്കുക, മനസ്സിനെ പഠിപ്പിക്കുക. അപ്പോൾ സമാധാനമൊക്കെ അവിടെ വരും, സുഖം ഒക്കെ അവിടെ ഉണ്ടാവും. അതിനെ ശീലിപ്പിക്കണം. ആ ശീലിപ്പിക്കുന്ന ഭാഗമാണ് നമ്മളുടെ ധ്യാനം എന്ന് പറയുന്നത്. ഇന്നിവിടെ ധ്യാനം പല രീതിയിൽ ഒക്കെ പല കേന്ദ്രങ്ങളിൽ ഓരോരുത്തരുടെ ആവശ്യാർത്ഥമനുസരിച്ച് നടത്തുന്നുണ്ട്. അതൊക്കെ ആ തലത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ ആവശ്യക്കാർക്കാണത്. ഓരോരുത്തർക്കും അതാണ് ആവശ്യം. ഈ ആവശ്യം വേറെയാണ്, ഞാൻ പറയുന്ന ആവശ്യമൊന്നും വേറെയാണ്. അവിടെ ഇതൊന്നുമില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ ഭൗതിക വസ്തുക്കൾ നേടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ചിലപ്പോൾ ധ്യാനം ശീലിക്കാം. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് കായിക മാനസികമായ പല കാര്യങ്ങൾക്കും ധ്യാനം ശീലിക്കാം. അതൊക്കെ ശരിയാണ് തന്നെ. ഞാനിവിടെ പറഞ്ഞതല്ല. മനോവൃത്തി ഒടുങ്ങുക അപ്പോഴുണ്ടാകുന്നത് ധ്യാനമുണ്ട്. അതിനു വേണ്ടി ഒരു ധ്യാനമുണ്ട്, മനസ്സിനെ പഠിപ്പിക്കുന്ന രീതി. ആ ധ്യാനം നമ്മൾ ശീലിച്ച് നോക്കൂ. അങ്ങനെ മനസ്സിനെ നിശ്ചലമാക്കി നോക്കൂ. അനന്തമായ സമാധാന ശാന്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് കാണാം. അത് ശീലിക്കണം. അവിടെ നമുക്ക് ഒന്നും നേടാനൊന്നുമില്ല, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. സമ്പത്ത് ഉണ്ടാക്കുക, പേരുണ്ടാക്കുക, പ്രസക്തി ഉണ്ടാക്കുക, ഇതൊന്നും ആ സമയത്ത് മനസ്സിനെ ബാധിക്കുന്നില്ലല്ലോ. അവർക്ക് നേട്ടങ്ങളുടെ പിന്നാലെ പോകുന്നില്ല. അതിനൊക്കെ നമ്മൾ നീക്കി വെച്ചല്ലോ. മനസ്സിനെ നമ്മൾ ശാന്തമാക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ പാടില്ല. ഇതൊക്കെ ചേക്കേറി ആ വാസനകളിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള മനസ്സിനെ പഠിപ്പിച്ച് അതിൽ ഏകാഗ്രതയുണ്ട് സമാധാനവും നിത്യമായ ശാന്തിയും അനുഭവിക്കാൻ കഴിയില്ല. അതിന് വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. വെറുതെ ഇരുന്ന് കൊടുക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. പക്ഷേ മറ്റുള്ള ആളുകളുണ്ട്, നമുക്ക് സാഹചര്യാനുകൂലമല്ലെങ്കിൽ പല രീതിയിൽ വന്ന് നിങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നും പതറയരുത്. അവരൊക്കെ മാറ്റി നിർത്തിക്കൊള്ളണം. നമ്മുടെ റൂട്ടിൽ നാം മാത്രം, നമ്മുടെ ലക്ഷ്യം എന്താണ്? മനസ്സിനെ ശാന്തമാക്കണം. മനഃശാന്തി ഇല്ലാത്തവരാണ് ചുറ്റും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന് പലതും നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കും. പല പ്രശ്നങ്ങളുണ്ട്. അവിടെയൊന്നും പതറയരുത്. കാരണം നമുക്ക് ലക്ഷ്യമുണ്ട്, നമുക്കറിയുള്ളൂ നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത്. ആ രീതിയിലൂടെ ശാന്തമായിരുന്ന് ധ്യാനിച്ച് വെറുതെ കണ്ണുകളടച്ച് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ മനസ്സിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ആഗ്രഹങ്ങളും മോഹങ്ങൾക്കും വേണ്ടി ധ്യാനിക്കുന്നില്ല, നമ്മളിലില്ല. പിന്നെ മനസ്സ് അത് നേടാൻ വേണ്ടി പോകുമോ? അതിൻ്റെ ജോലിയില്ല. അതിന് റെസ്റ്റ് കൊടുത്തു. മനസ്സിലായില്ലേ? മറ്റത് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. ഭാവി, ഭൂതം, വർത്തമാനം. മനസ്സിലായില്ലേ? അവയുടെ ഇപ്പോൾ അതൊന്നും ഇല്ല. അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല. മനസ്സിനെ ശാന്തമാകും. മനസ്സേ ശാന്തമാകും. ഇതെന്നെ പഠിപ്പിക്കാം മനസ്സിനെ. അങ്ങനെ ശാന്തമാക്കി ഇരുന്ന വലിയൊരു കടൽ അത് ശാന്തമായില്ലെങ്ങനെ ഇരിക്കും, സുഖമായിരിക്കും. ആ സുഖമാണ് നമുക്ക് അനുഭവിക്കേണ്ടത്. അത് ധ്യാനം കൊണ്ട് തന്നെ, അത് ധ്യാനമാണ്. നിങ്ങൾ മനസ്സിനെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്ന രീതി തന്നെ ധ്യാനം. മനസ്സിലായില്ലേ? മനഃശാന്തിക്ക് വേണ്ട ധ്യാനത്തിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. പിന്നെ ഇവിടെ പല രീതിയിലുള്ള സംസ്കാരങ്ങളും ഡെവലപ്പ് ചെയ്യാനും സാമ്പത്തിക സമൂഹത്തിൽ ഉയർച്ചകളുണ്ടാകാനും അതിന് ധ്യാനത്തിലൂടെ എനർജി ഒക്കെ സമ്പാദിച്ച് അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ രീതിയിലൊക്കെ ശരിയാണ്, താനും അംഗീകരിക്കണു. പക്ഷെ ഇവിടെ ഞാനും പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് നോക്കൂ, ചെയ്ത് നോക്കൂ. സമാധാന ശാന്തി അപ്പോൾ തന്നെ ഉണ്ടാവും. പേടിക്കണ്ട. പേടി വരുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഇത് തിരിച്ചു വരുമ്പോൾ ഈ മനസ്സ് ഇന്നലെ സഞ്ചരിച്ചിരുന്ന തലങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മളറിയാതെ തന്നെ പലവിധ ഭൂതകാലങ്ങളിലൊക്കെ ഭയാനകമായ കർമ്മതലങ്ങളിലൊക്കെ ചിലപ്പോൾ പോയിപ്പെട്ടിട്ടുണ്ടാവാം. എൻ്റെ മുൻജന്മം എന്താണ് എന്നറിയാൻ ശ്രമിക്കും. ആ മുൻജന്മത്തിൽ നിങ്ങൾ കഠിനമായ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ അതൊന്നും അറിയാതെ കണ്ട
പക്ഷേ മനസ്സിനെ നാം ഏകാഗ്രമാക്കി അതിൻ്റെ കർമ്മസ്ഥാനത്തൊന്നും പ്രവർത്തിപ്പിക്കാതെയും അതിനെ പുറത്തുവിടാതെയും നിങ്ങൾ അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഭൂതകാല പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ദർശനാത്മകമാകാം. അതൊന്നും ഭയപ്പെടാനില്ല. നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. മനസ്സ് അവിടെ നിങ്ങൾക്ക് ദൈവവിശ്വാസം പോലും വേണമെന്നില്ല. വേണ്ടതല്ല ഞാൻ പറയുന്ന കേട്ടോ. ദൈവവിശ്വാസവും അതൊക്കെ ആവശ്യമാണ്. ഞാൻ പറയുന്ന മനഃശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം മനസ്സിനെ ശാന്തമാക്കാൻ പഠിപ്പിക്കലാണ്. അതിന് നിങ്ങൾ ഏതൊക്കെ ഉപാധികൾ സ്വീകരിക്കുന്നുണ്ടോ ആവശ്യക്കാർക്ക് അതാവാം. പക്ഷേ മനസ്സ് എന്നിട്ടും അടങ്ങിയില്ലെങ്കിൽ ഈ ഉപാധികൾ കൊണ്ടൊക്കെ എന്ത് ഗുണം? അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് പരമമായ സമാധാനത്തിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയും. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്. വെറുതെ ഒരു സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ധ്യാനം ഇതിനാണെന്നുള്ളത് മനസ്സിലായില്ല. പണ്ടത്തെ ആചാര്യന്മാരൊക്കെ ധ്യാനിച്ച രീതിയിലാണ്. പിന്നീട് അതിന് പല മുറകളൊക്കെ ഉണ്ടാക്കിയത്, ഘട്ടങ്ങളും പല തട്ടുകളിലും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. മനസ്സിനെ ശാന്തമാക്കിയാൽ മതി. മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ ശാന്തമായി മൗനമായി ഇരുന്ന് ശീലിക്കുക. അതിൽ വേറെ കർമ്മപദ്ധതികളൊന്നും കയറി വരാണ്ടിരിക്കും. മനസ്സ് അങ്ങോട്ട് ഇറങ്ങി വ്യവഹരിക്കും. നമ്മൾ ശാന്തമാക്കത്തോറും വേറെ പല മോഹങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളും കർമ്മപദ്ധതികളും കയറി വന്നാലുണ്ടല്ലോ, നിങ്ങൾ ശാന്തമാക്കുന്ന ഈ മനസ്സ് ആ കാര്യങ്ങളൊക്കെ ഇറങ്ങി വ്യവഹരിക്കും. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. അപ്പോൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യമേ തന്നെ നീക്കി വയ്ക്കുക. അതിനോടൊന്നും ഭ്രമമില്ലാണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താ? മനസ്സിനെ ശാന്തമാക്കുക തന്നെയാണ്. വഴി മനസ്സ് ചെന്ന് ചേരുന്നത് ആത്മാവിലാണ്. ആത്മാവിൻ്റെ ആവിർഭാവമാണ് ഈ മനസ്സ്. രാജാവ് മന്ത്രിയും പോലെയാണ്. രാജാവ് ആത്മാവാണെങ്കിൽ മന്ത്രി മനസ്സാണ്. ആത്മാവ് അവിടെ ഇരുന്ന് കാര്യങ്ങൾ വീക്ഷിച്ച് ആജ്ഞാപിക്കുമ്പോൾ മന്ത്രി അത് നടപ്പിലാക്കുന്ന ആളാണ്. അപ്പോൾ മന്ത്രിക്ക് അവിടെ ജോലി ഇല്ലാണ്ട് വരികയാണ് വിചാരിക്കുക. മനസ്സിന് നമ്മൾ പണി കൊടുക്കണില്ലല്ലോ. അപ്പോൾ ഈ മനസ്സെന്താ? അത് ഈ ആത്മാവിലേക്ക് ലയിച്ച് ചേർന്നിരുന്നുകൊള്ളും. അതന്നെ സമാധി, അതന്നെ എല്ലാം തൂര്യ, അവിടെയൊക്കെ എല്ലാം അനുഭവിക്കുക. നിങ്ങളെ ശീലിച്ചാൽ ഇത്രയേ ഉള്ളൂ. പലവിധ കാര്യങ്ങളിലൂടെ നല്ല മനസ്സ് സഞ്ചരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതും ഭയപ്പെടണ്ട. കാരണം എന്താ? അതൊന്നും പ്രാബല്യത്തിൽ വരാത്തതാണ് കാണുന്നതൊക്കെ. ചിത്രങ്ങളാണ്. അത് വിചാരിച്ച് തള്ളിക്കളയിച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. അതിനൊക്കെ വെടിയാനാണല്ലോ ഞാൻ ഇരിക്കണേ എന്നുള്ളത്. ഇതൊന്നും കാണാനും അതിനൊക്കെ ചിന്തകളും അതിൻ്റെ പിന്നാലെ പോകാണ്ട് ഇരിക്കുന്നൊരു മാനസികാവസ്ഥയ്ക്കാണല്ലോ ഞാനിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തൊരു ശ്രദ്ധ കൊടുക്കണം? വിട്ടുകളയും. അങ്ങനെ വിട്ട് സമർപ്പിച്ച് നീക്കി വരും. അവസാനം മനസ്സിന് വേറെ എങ്ങും പോകാൻ പറ്റാണ്ടാവും. ഒന്നുമില്ല, അതിൻ്റെ ധർമ്മം പാലിക്കാനില്ല മനസ്സിന്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആത്മസാന്നിധ്യം, അതാണ് ആത്മസാന്നിധ്യം. അവിടെ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാവും, നിർവൃതിക്ക് ഉണ്ടാവും. തിരക്കൊന്നുമില്ല അവിടെ, ഈ ഓട്ടം ചാട്ടമൊന്നുമില്ല അവിടെ. കണക്ക് പറയലും കൂട്ടലും കിഴിക്കലൊന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാവും. അത് നല്ല ശാന്തമാവുള്ളൂ. മനസ്സിനെ ശാന്തമാക്കിയാൽ മതി. അത് ശീലിക്കൂ. ഓം ശാന്തി ശാന്തി ശാന്തി.